നിങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ. എനിക്ക് PF ഉണ്ടല്ലോ. അതുകൊണ്ട് എന്റെ റിട്ടയർമെന്റ് ലൈഫ് ഹാപ്പി ആയിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കാണണം. കാരണം കേരളത്തിൽ ആയിരക്കണക്കിന് ജോലിക്കാർ തീരുമാനിച്ചു വച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു അബദ്ധ ധാരണയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ 15 വർഷത്തിലേറെയായി പല കുടുംബങ്ങളുമായി ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഞാൻ സ്ഥിരമായി കേൾക്കാറുള്ള ഒരു കാര്യം. പലരും പറയാറുണ്ട്, ചേച്ചി എനിക്ക് PF ഉണ്ട്. അതുകൊണ്ട് തന്നെ റിട്ടയർമെന്റിനെ കുറിച്ച് ഓർത്ത് എനിക്ക് ടെൻഷൻ ഇല്ല. ഞാനപ്പോൾ അവരോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. PF കൊണ്ട് നിങ്ങൾ എത്ര വർഷം ജീവിക്കും? അവിടെ നിശബ്ദത തുടങ്ങും. ഒരാളുടെ കഥ പറയാം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ 35 വർഷം ജോലി ചെയ്തു. വിരമിച്ചപ്പോൾ അദ്ദേഹത്തിന് PF കിട്ടി, ഗ്രാറ്റുവിറ്റി കിട്ടി, ലീവ് സറണ്ടർ എമൗണ്ട് കിട്ടി. അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. ഇനി പ്രശ്നമൊന്നുമില്ല, എനിക്ക് സുഖമായിട്ട് ജീവിക്കാം. പക്ഷേ 5 വർഷം കഴിഞ്ഞപ്പോൾ മകളുടെ വിവാഹം വന്നു, അതിനും ചിലവായി. പിന്നെ ഒരു മേജർ ഓപ്പറേഷൻ വന്നു, അതിനും ചിലവായി. പിന്നെ ഒരു വീടിന്റെ റിപ്പയർമെന്റ് വന്നു, മെയിന്റനൻസും അങ്ങനെയും ചിലവായി. പിന്നെ കൊച്ചുമക്കളുടെ എഡ്യൂക്കേഷൻ, അതിനും കുറച്ചൊക്കെ സഹായിക്കേണ്ടി വന്നു. അങ്ങനെ പണം കുറഞ്ഞു തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, PF വെറും ഒരു തുകയാണ്, പക്ഷെ ജീവിതം അതൊരു നീണ്ട യാത്രയാണ്. PF എന്നത് റിട്ടയർമെന്റ് പ്ലാൻ അല്ല. PF എന്നത് റിട്ടയർമെന്റ് ഫണ്ടിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഇത് രണ്ടും ഒരുപോലെയല്ല. പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നു ഇത് രണ്ടും ഒന്നാണെന്ന്. ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾക്ക് റിട്ടയർമെന്റ് സമയത്ത് 50 ലക്ഷം രൂപ PF കിട്ടിയെന്ന് വിചാരിക്കും. വളരെ വലിയ തുകയാണ് അല്ലെ? പക്ഷേ നിങ്ങളുടെ വാർഷിക ചെലവ് അത് 10 ലക്ഷം രൂപയാണെങ്കിൽ 5 വർഷം കൊണ്ട് നിങ്ങളുടെ PFന്റെ പണം തീർന്നു പോകില്ലേ? അതിനുശേഷം എന്ത് ചെയ്യും? എങ്ങനെ ജീവിക്കും? അതാണ് യഥാർത്ഥ ക്വസ്റ്റ്യൻ. നമ്മൾ ഇവിടെയൊക്കെ ഒരു കാര്യം മറന്നുപോകും, ഒരു ശത്രു. ആ ശത്രുവിന്റെ പേരാണ് ഇൻഫ്ലേഷൻ. പലരും ഇതിനെ കണക്കാക്കാറേയില്ല. ഇന്ന് 1000 രൂപയ്ക്ക് വാങ്ങുന്ന സാധനങ്ങൾ 15 വർഷം കഴിയുമ്പോൾ 2000 രൂപ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കൊടുക്കേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം. അപ്പോൾ ഇന്നത്തെ PF കണക്കുകൾ നാളത്തെ ജീവിതത്തിന് മതിയാകുമോ? ഇനി മറ്റൊരു കാര്യം നോക്കാം. 60 വയസ്സിന് ശേഷം ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്ന കാര്യം എന്താണ്? മെഡിക്കൽ എക്സ്പെൻസ്. ഇന്ന് ഓരോ ദിവസവും മെഡിക്കൽ എക്സ്പെൻസ് കൂടി വരികയാണ്. ഒരു ഹോസ്പിറ്റലൈസേഷന് 5 ലക്ഷം, 10 ലക്ഷം ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഇത് സാധാരണ തുകയായി മാറിക്കൊണ്ടിരിക്കുന്നു. PF അതിനായിട്ട് കൂടെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ബാക്കി ജീവിതം എങ്ങനെയായിരിക്കും? ജീവിത ചെലവുകൾ എങ്ങനെ നടത്തും? ഇവിടെയാണ് ആളുകൾ മിസ്റ്റേക്ക് ചെയ്യുന്നത്. അവർ PFനെ ഒരു ഇൻകം ആയിട്ട് കണക്കാക്കുന്നു. PF ഒരു ഇൻകം അല്ല, അതൊരു കോർപ്പസ് മാത്രമാണ്, ഒരു ഫണ്ട് മാത്രം. ആ കോർപ്പസിനെ ജീവിതകാലം മുഴുവൻ ഇൻകമാക്കി മാറ്റാനുള്ള പ്ലാനിംഗ് ആണ് വേണ്ടത്. ഞാൻ ഫിനാൻഷ്യൽ പ്ലാനിംഗ് നടത്തുമ്പോൾ PF നോക്കാറില്ല. ആദ്യം നോക്കുന്നത് നിങ്ങളുടെ ജീവിത ചെലവ് എത്രയാണ്, പിന്നെ റിട്ടയർമെന്റ് ഏജ്, എക്സ്പെക്റ്റഡ് ലൈഫ്, എക്സിസ്റ്റിംഗ് അസറ്റ്സ് ഓർ സേവിങ്സ്, പിന്നീടുള്ള റിസ്കുകൾ. ഇതിനു ശേഷം മാത്രമേ PF എവിടെ ഫിറ്റ് ആകുമെന്ന് നോക്കാറുള്ളൂ. ഇനി പറയുന്ന 5 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ എന്ന് നോക്കൂ. 1. റിട്ടയർമെന്റ് കഴിഞ്ഞ് വർഷം നിങ്ങൾക്ക് എത്ര രൂപ വേണം? രണ്ടാമത്തത്, PF എത്ര വർഷം തികയും? മൂന്നാമത്തത്, മെഡിക്കൽ കോസ്റ്റിന് പ്രത്യേകിച്ച് വല്ലതും മാറ്റിവെച്ചിട്ടുണ്ടോ? 4. ഇൻഫ്ലേഷൻ കണക്കാക്കിയിട്ടുണ്ടോ? അഞ്ചാമത്തത്, ഇൻകം ഇല്ലാതെ 25 വർഷത്തോളം ജീവിക്കാനുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇതിലേതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരമില്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാനിംഗ് തുടങ്ങാനുള്ള സമയമായി എന്നർത്ഥം. ഇന്ന് വീട്ടിൽ പോയാൽ ഒരു കാര്യം ചെയ്യും, ഒരു പേപ്പർ എടുക്കും. PF എഴുതേണ്ടതില്ല, നിങ്ങളുടെ എല്ലാ സേവിങ്സും അസറ്റും എല്ലാം എഴുതും. അതിനുശേഷം നിങ്ങളുടെ വാർഷിക ചിലവ് എഴുതും. അതിനുശേഷം നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കും, ഈ സമ്പത്ത് എന്റെ ജീവിതകാലം മുഴുവനത്തേക്കും മതിയാകുന്നു? അവിടെയാണ് ഫിനാൻഷ്യൽ ക്ലാരിറ്റി തുടങ്ങുന്നത്. സുഹൃത്തുക്കളെ, PF ഒരു വലിയ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ PF കൊണ്ട് മാത്രം മതിയാകില്ല. ജീവിതം മാറും, ചെലവുകൾ മാറും, ആരോഗ്യം മാറും. പക്ഷേ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ മനസ്സമാധാനം മാറില്ല, അതവിടെ തന്നെ ഉണ്ടാകും. വിരമിക്കൽ ജീവിതം അത് വിധിക്ക് കൈവിട്ടു കൊടുക്കരുത്. ഒരു വ്യക്തമായ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ കൈകളിൽ ഏൽപ്പിക്കൂ. ജീവിതം സുരക്ഷിതമാണ്. നിങ്ങളുടെ ഫിനാൻഷ്യൽ ക്ലാരിറ്റി അറിയാൻ ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ഫിനാൻഷ്യൽ ക്ലാരിറ്റി കാൽക്കുലേറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്.
വെറും 2 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്കോർ മനസ്സിലാക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വ്യക്തമായ ഒരു റോഡ് മാപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടെയുണ്ട്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം നമ്മൾ ഇവിടെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്, ഫിനാൻഷ്യൽ ക്ലാരിറ്റിയെ കുറിച്ചാണ്. ഇത്തരം ഫിനാൻഷ്യൽ നോളജിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഞാൻ ജയശ്രീ ഗോവിന്ദ്, ഫിനാൻഷ്യൽ ക്ലാരിറ്റി കോച്ച് ആൻഡ് ഫൗണ്ടർ ഓഫ് വെൽത്ത് മാസ്റ്ററി ഹബ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.